പറയുന്നു കൈ കാണിച്ചോണ്ടിരിക്കുക. കാണുന്നുണ്ടോ എന്തോ? എന്തിനെ പറ്റി ഞാനോട് അറിയട്ടെ. ഞാൻ അറിയാതെ ഇവിടെ ചർച്ച നടത്താൻ നിങ്ങളോട് ആര് പറഞ്ഞു? ജീപ്പ് 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 പോയി. ജീപ്പ് ടൂർ പോവാ കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോവാണ്. ട്രിപ്പല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു വെഡ്ഡിങ്ങിന് പോവാണ്. ആ വഴി പോയി അങ്ങനെ ഒരു ട്രിപ്പാക്കാം എന്നുള്ള പ്ലാനിൽ ആണ്. കല്യാണം എവിടെയാണെന്ന് വെച്ചാൽ മലപ്പുറം. ഇതുവരെ അങ്ങോട്ടുള്ള കല്യാണങ്ങളൊന്നും കണ്ടില്ല. അച്ഛൻ്റെ ബാഗ്, ചെരുപ്പ്, ഷൂവ്, എന്തൊക്കെയാ ഇത്? എന്താണ് ഇവരുടെ ഉദ്ദേശം? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും എന്തുവാ സാറിന്റെ ഉദ്ദേശം? എന്തുവാ? അടിപൊളി ടൂർ പോവല്ലേ? ഞങ്ങള് ടൂർ പോവാ കേട്ടോ. ടൂറ് പോയിട്ട് വരുമ്പോ ഇതുപോലെ തന്നെ ആയിരിക്കുമോ എന്നുള്ളത് കൂടെ അറിയണം. ഇനി എന്റെ കൂടെ 2 എണ്ണം കൂടെ വരാനുണ്ട്. നോക്കട്ടെ, റെഡിയായോ? കഴിഞ്ഞില്ലേ സാറേ? ഇറങ്ങോ നായകൻ? അല്ല, വില്ലൻ. എന്റെ നായകൻ ആരിന്റെ വില്ലൻ? അച്ഛനെന്താ വേണ്ടേ? താർ ഇറക്കി ഫോട്ടോ എടുക്കണം. എന്താ അവിടെ? സെബുവിന്റെ ചെരുപ്പായിരിക്കും അത് മിക്കവാറും. സെബു അല്ല, ഞാൻ ഈ ചെരുപ്പ് കണ്ടിട്ടുണ്ടല്ലോ പത്തനംതിട്ടയിൽ നിന്ന്. ഈ ചെരുപ്പൊന്നും കണ്ണൻ ആ ചെരുപ്പൊന്നും ഇല്ല. ഞാൻ ആ ചെരുപ്പ് കണ്ടിട്ടുണ്ട്. പക്ഷെ പപ്പയുടെ ചെരുപ്പാന്നു, ചെങ്ങറ പപ്പയുടെ ചെരുപ്പാന്നു. അന്ന് എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ ആ ചെരുപ്പ് അന്ന് കണ്ടിട്ടുണ്ട്. കണ്ണൻ താറെടുക്കാൻ വേണ്ടിട്ട് അല്ല, ഇതിലാണോ പോന്നേ? ഇറക്കൊക്കെ കണ്ടു കഴിഞ്ഞാ എനിക്ക് മാത്രം ഒറ്റ ജോഡി ചെരുപ്പുള്ളൂ. എനിക്കൊരു ചെരുപ്പ് മേടിച്ചേ. കണ്ടോ പറഞ്ഞ ചെരുപ്പാ. ചെരുപ്പ് പോയി. 1 വർഷത്തിൽ മേലെങ്ങാണ്ടായി എന്റെ ചെരുപ്പ്. അച്ഛാ, ചെരുപ്പ് വാങ്ങി തരുമോ? അതല്ലേ ചോദിച്ചാ, ചെരുപ്പ് വാങ്ങി തരുമോ? എനിക്ക് ചെരുപ്പ് വാങ്ങി തരുമോന്ന് പറ. സൈഡ് പറയാൻ അച്ഛൻ പറയുന്നു കൈ കാണിച്ചോണ്ടിരിക്കുക. കാണുന്നുണ്ടോ എന്തോ? ന്യൂ കപ്പിൾസ് 2 കൂടെ നിൽക്ക്, ഫോട്ടോ എടുക്ക. ഒന്ന് ഇറങ്ങി വാ, ഒന്ന് ഇറങ്ങി വാ. ആദ്യം നിങ്ങളുടെ 2 പേരെ എടുക്കാം. ഭയങ്കര വെയില. ഈ വെയിലത്ത് എങ്ങനെ ഫോട്ടോ എടുക്കും? നല്ല പൂരി വെയിലത്ത് താറും നെക്സോണും അത് കാണാൻ അമ്മയും. ഇതാ നമ്മൾ പോകാനായിട്ടുള്ള സാധനങ്ങളും എല്ലാം. അതങ്ങനെ ഇപ്പം തന്നെ വണ്ടി ഫുള്ളായി. കാണുന്നുണ്ട്. എവിടെ ഈ വലിയ ബാഗ്? ഏട്ടൻ ഷൂട്ടിന് കൊണ്ടുവന്ന ബാഗും ഏട്ടന്റെ ബാഗും. എന്റെ ആ കുഞ്ഞ്, അത് അച്ഛന്റെ ബാഗ്. തുണി അതിനകത്ത് എന്റെയും കൂടെ ഇനിയുണ്ട്. എന്റെ ഒരു ബാഗ് കൂടെ ഉണ്ട്. അത് അച്ഛന്റെ അല്ലേ കയറ്റിയേ? അത് അച്ഛന്റെ അമ്മയുടെ കയറ്റിയുള്ളൂ. എന്റെയും കൂടെ ഉണ്ട്. അത് വണ്ടിക്കകത്ത് കിടക്കുമല്ലേ, നമ്മൾ എടുത്തില്ലല്ലോ. ഇന്നലെ എടുത്ത് വണ്ടിക്കകത്തല്ലേ ഇട്ടേ? അപ്പൊ എല്ലാവരും 2 ജോഡി 3 ജോഡി ചെരുപ്പും കൊണ്ട്. എനിക്ക് മാത്രം ചെരുപ്പും ഇല്ല. കണ്ടോ? അതാണ്ട അച്ഛൻ, അമ്മയുടെ ഒരു ജോഡി, അച്ഛന്റെ ഒരു ജോഡി. കണ്ടോ? അച്ഛൻ കാലിൽ വേറൊരു ജോഡി. ഇനി ഒരു ഷൂവ്, ബാഗ്. അതാണ്ട് എന്റെ ബാഗ്, എന്റെ ഇത്. അപ്പൊ നമുക്ക് ഗേറ്റൊക്കെ അടയ്ക്കാം. വെയില, കട്ട വെയില. ഗ്ലാസ് താഴെ ഇട്ട് ഇപ്പഴേ ഓരോന്ന് താഴെ പോകാൻ തുടങ്ങി. കഴിയുന്നു. താക്കോലോ വീടിന്റെ? അല്ല, കൈ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു. നിങ്ങൾ പോ. അത് അമ്മ അകത്ത് വെച്ചില്ലേ? ഇറങ്ങ. ഞാൻ ഫ്രണ്ട്. എന്റെ ബാഗോ? ഹാൻഡ് ബാഗ്? ആ, ഓക്കെ. ഞാൻ കയറി വീഡിയോ ഒന്ന് എടുക്കട്ടെ.
മതി മതി കേറ്. എരുമേലേക്ക് തിരിയാറായില്ലേ? നമ്മള് കുന്നേ പൊൻകുന്ന. നമ്മളെ എന്തിനാ അങ്ങനെ കുന്നേ? എന്തിനാ എരുമേല് കയറേണ്ട കാര്യമുണ്ട്? മൂവാറ്റുപുഴ ടൗൺ എത്തിയോ? ക്ഷീണിച്ചോ രണ്ടാളും? അച്ഛന് വിശപ്പൊന്നും ഇല്ലെന്നാ പറയുന്നത്. അച്ഛൻ പറയുന്നത് രാവിലെ പഴങ്കഞ്ഞി കുടിച്ചു, വിശപ്പില്ലെന്നാ പറഞ്ഞത്. പക്ഷെ ഇതിനിടയില് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. വടക്കട കണ്ടപ്പോ ഞാനും ഏട്ടനും അമ്മയും ഞങ്ങള് 3 പേരും കൂടെ എന്നാ ഒരു ചായയും കുടിച്ച് എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ അതിന് മുമ്പേ ചോദിച്ചു നിങ്ങൾക്ക് വിശക്കുന്നില്ലേന്ന്. അപ്പൊ ആരും ഒന്നും അനങ്ങിയില്ല. പിന്നെ ഞാൻ എന്താ പറയാനാ, എനിക്ക് ചായ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചായ കുടിച്ചില്ല. പക്ഷെ ഞാൻ കടി വേണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി ഒരു ബോണ്ടയും കഴിച്ചു. ഞാൻ ഒരു ബോണ്ടേ കഴിച്ചോളൂ. അച്ഛൻ 2 വട 1 ബോണ്ട, അമ്മ 2 വട 1 ബോണ്ട. അമ്മ എന്നാ 2 വട 1 ബോണ്ടേ. അച്ഛേ 2 ബോണ്ടേ 1 വട. എന്തായാലും എന്നെക്കാട്ടി നിങ്ങളാ കൂടുതൽ, നിങ്ങളെല്ലാരും കൂടുതലും കഴിച്ചേ. എന്നിട്ട് അത് തന്നെ ഇനി അവിടെ ചെന്നിട്ടേ ഉള്ളെന്നാ പറഞ്ഞേക്കുന്നത്. അത് തന്നെ കല്യാണ പെണ്ണിന്റെ വീട്ടിൽ എന്തെങ്കിലും കാണും, അവിടെ ചെന്നിട്ട് കഴിക്കാവുന്ന. മൂവാറ്റുപുഴ മൂവാറ്റുപുഴ ടൗണിലെ ബ്ലോക്കാ. ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കും എല്ലാരോടും, വിശക്കുന്നുണ്ടോ അതോ നിങ്ങൾക്ക് ചായയും വടയും മാത്രം മതിയോ? മതിയെങ്കിൽ എന്നെ എവിടെയെങ്കിലും കയറ്റി എനിക്കൊരു കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, എനിക്കൊരു വിശപ്പിന് എന്തെങ്കിലും മേടിച്ച് തന്നേ പറ്റും. വെട്ടുകാട്ടിൽ ഹോട്ടലും ഇല്ലേപ്പാ? അല്ലേലും അങ്ങനെയാ. അല്ലാത്തപ്പോ നോക്കിയാ ഇഷ്ടംപോലെ ഹോട്ടലും കട്ടറും. അല്ല, റോഡിൽ നിറയെ കട്ടറും. അല്ലാത്തപ്പോ നോക്കിയ കട്ടറും. ഹോട്ടൽ സയാന ഗ്രാൻഡ് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളിങ്ങനെ കേട്ടോ പോകുമ്പം ഇങ്ങനെ നോക്കും, ഓരോ ഹോട്ടലിന്റെ ആംബിയൻസ് നോക്കി പോയി ഇഷ്ടപ്പെടാതെ പോയി ലാസ്റ്റ് കയറും ഏതെങ്കിലും ഒരു കൂതറ ഹോട്ടലിൽ. ഇന്നും അതുപോലെ ആയിരിക്കും നോക്കാം. അങ്ങനെ തപ്പി നമുക്കൊരു ഹോട്ടല് കിട്ടിയിട്ടുണ്ട്. നോക്കാം എങ്ങനെയാണ്. എല്ലാരും ഇറങ്ങിപ്പോയി കേട്ടോ, എന്നെ വെയിറ്റ് ചെയ്യുക. കറിയാണോ? മട്ടൻ അല്ല, വേണ്ട മറ്റേത് വേണ്ട. ഒരു എന്തോ കണ്ണേട്ട ഇത് കണ്ണേട്ട ഒരു മര്യാദയൊക്കെ വേണ്ടേ? പാവം അമ്മയെ നോക്കിയിരുത്തിക്കൊണ്ട് ഭർത്താവും മരുമകനും എനിക്കുള്ള സാധനമാണ് ഫ്രൈഡ് റൈസ്. എവിടെ പോയാലും എൻ്റെ വീക്ക്നെസ് അതാ. എങ്ങനെയുണ്ട്? ഒരിക്കൽ കൂടെ പോവാം. ഇഷ്ടപ്പെട്ടു. ഫുഡ് തീറ്റിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വണ്ടി കയറിയായിരുന്നു. അത് ഫുഡ് കഴിച്ച് ഹെവി ആയി പോയതിന്റെ ആ ഒരു ക്ഷീണത്തിൽ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ദാ വീണ്ടും നമ്മളെ ഇവിടുന്ന് ചലിച്ചിരിക്കുകയാണ്. ഇവിടുന്ന് ഇനി ഒരു 5 മണിക്കൂറത്തെ യാത്ര കാണിക്കുന്നുണ്ട് ഗൂഗിൾ അമ്മച്ചി. അറിയില്ല. അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. ഇതിനിടയ്ക്ക് എങ്ങാനും ഇറങ്ങുവാണെങ്കിൽ നമുക്ക്
നമുക്ക് ഷൂട്ട് ചെയ്യാം. ഞാൻ ഓർത്താൽ ഷൂട്ട് ചെയ്യാം. നമ്മുടെ ഡ്രൈവർ തിരക്കുണ്ടോ? പെരുമ്പാവൂര് കഴിഞ്ഞില്ലേ ഇതുവരെ? നമ്മളിപ്പോ ഒക്കലോ എവിടെ? ഒക്കൽ. അത് തന്നെ കുറച്ചു നേരം മണിമ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ സ്ഥലപ്പേരൊക്കെ കേൾക്കുമ്പോഴേ ഉള്ളല്ലോ എല്ലാവർക്കും ഒരു ചിരിയും കളിയാക്കലും. ഈ സ്ഥലപ്പേരിനൊക്കെ എന്താ കുഴപ്പം? അല്ല, ഈ സ്ഥലപ്പേരൊക്കെ കേട്ടിട്ട് നിങ്ങൾക്കാർക്കും ചിരിയൊന്നും വരുന്നില്ലേ? പന്നിക്കണ്ടത്തിന് എന്താ കുഴപ്പം? പന്നിക്കണ്ടം. ദിലീപിന്റെ വീട് അവിടെ കാണൂല. അതുകൊണ്ട് ആ വെള്ളം എന്തിനകത്ത് സൂം. അതാണ്ട് അതുകൊണ്ട് ആ വെള്ളം കാണുന്നത്. അതുകൊണ്ട് ആ വെള്ള സ്ക്വയർ അതാണ് ദിലീപ്. അമ്മേ, ഇനി ഞാൻ ദിലീപിന്റെ വീട് കാണിച്ചില്ല എന്ന് പറയരുത് കേട്ടോ. കൊണ്ടുവന്നിട്ട് വീട് കാണിച്ചിട്ടുണ്ട്, ആലുവയിലെ വീട്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ എനിക്ക് വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഓപ്പോസിറ്റ് അല്ല, ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് കാണുമേ. ഇവിടെ അടുത്ത വീട്ടിൽ എന്തോ പണി നടക്കുക, അതുകൊണ്ട് നല്ല നോയ്സ് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇന്നലെ നൈറ്റ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. വേറൊന്നുമല്ല, അവിടുന്ന് ഇവിടെ വരെ എത്തിയപ്പോഴത്തേക്കും നന്നായി ക്ഷീണിച്ചു, ഛർദ്ദിച്ചു, വൊമിറ്റിംഗ് ഉണ്ട്. എനിക്കല്ലേ തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ വൊമിറ്റിംഗ് ഉണ്ട്. പക്ഷേ ഇപ്പം ട്രിവാൻഡ്രം, പത്തനംതിട്ട അങ്ങനെ ട്രാവൽ ചെയ്ത് ഏകദേശം വൊമിറ്റിംഗ് മാറിയതാണ്. പക്ഷേ എങ്കിലും നൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ നന്നായിട്ട് വൊമിറ്റ് ചെയ്യും. ഓപ്പോസിറ്റ് വണ്ടിയുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല വൊമിറ്റിങ്ങും ക്ഷീണവും കാര്യം. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നൊക്കെ ഉള്ളത് കൊണ്ടായതുകൊണ്ട് വീഡിയോസ് എടുക്കുന്നതിനെ പറ്റി മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നെ എനിക്കൊന്നു രാത്രി ഏകദേശം 1 മണി അടുപ്പിച്ചായി നമ്മൾ ഇവിടെ എത്തിയപ്പോൾ. അതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് വെഡിങ്ങിന് വന്നല്ലേ നമ്മൾ. അപ്പം ഹിനയുടെ വീട്ടിലൊന്ന് കയറി. ഹിന എന്നാ കുട്ടിയുടെ പേര്. ഹിനയുടെ വീട്ടിൽ കയറി ഹിനേനെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഹിനയുടെ ചേച്ചിയുടെ വീട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പം ഇന്ന് രാവിലത്തേതാണേലും ക്ഷീണം കാരണം നന്നായിട്ട് ലേറ്റായിട്ട് എണ്ണീറ്റ് വീഡിയോ എടുക്കാൻ. രാവിലെ നല്ല വ്യൂ ഒക്കെ ആയിരുന്നു ഇവിടെ, പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. രാവിലെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് വീണ്ടും ഞാൻ ഇറങ്ങിയതാണ്. നിങ്ങളെ ഇവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് കാണിക്കാം എന്നോർത്തിട്ട് നമ്മൾ എവിടെ സ്റ്റേ ചെയ്തത് എന്നൊക്കെ ഉള്ളതൊന്ന് കാണിക്കാം എന്നോർത്ത്. ഇതാട്ടോ സ്ഥലം. നല്ല ഇതുണ്ടാ നെല്ലൊക്കെ വിളഞ്ഞ് മഞ്ഞ കളറായി നിൽക്കും. ഇത് ഞാൻ പറഞ്ഞില്ലല്ലോ, ഓപ്പോസിറ്റ് കവുങ്ങിൻ്റെ തോട്ടം കേട്ടോ, നെൽപ്പാടമാണേ. നെല്ലൊക്കെ വിളഞ്ഞ് നിൽക്കുന്നുണ്ടോ? പിന്നെ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത വീട്. ഹിനേൻ്റെ ചേച്ചിയുടെ വീടാണ്. എന്താ രാവിലെ പരിപാടി? എങ്ങനെയുണ്ട്? എന്നിട്ട് നല്ല രസമുണ്ട്. എനിക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള സ്ഥലമുണ്ട്. അയ്യോ, കാണിക്കുന്ന രാവിലെ ചെറുതായിട്ടൊന്ന് നടന്നപ്പോഴത്തേക്കും. എങ്ങനെയുണ്ട് കണ്ണേട്ട ഈ സ്ഥലം? കണ്ടെത്തി ചാടാൻ പോകണം. പിന്നെ എന്താ ഉദ്ദേശം? പിന്നെ ഗ്രില്ല് പോലെ ഫുട്ബോൾ അടുത്ത ആഴ്ച ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ടിക്കറ്റ് ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളി. നമുക്ക് ഇവിടെ നിന്ന് സ്ഥലം മേടിച്ചാലോ? അവിടെ നിന്ന് എല്ലാം വിട്ട് തിരിഞ്ഞു പോകാനോ? അതെന്താ? ജന്മനാട് അങ്ങനെയാണോ? പക്ഷെ ഞങ്ങൾ പോവാം. ഞങ്ങൾ തിരുവനന്തപുരത്തോ പത്തനംതിട്ടയോ. ഞാൻ പോകുന്നു. എന്നിട്ട് അച്ഛൻ പക്ഷെ ഇവിടെ അല്ലല്ലോ. ജന്മനാടെന്ന് പറഞ്ഞിട്ട് അച്ഛൻ വർഷത്തിലാകെ ഇപ്പൊ അച്ഛന് 10-60 വയസ്സുണ്ട്. ഈ 10-60 വയസ്സിനോട് അച്ഛൻ എത്ര നാണം കെടുത്തത്?
അത് തന്നെ ഇപ്പഴും ഡൈ അടിച്ച് ചെറുക്കനാന്നും പറഞ്ഞ് നടക്കുക കേട്ടോ. ആര് കണ്ടാലും ആദ്യമായിട്ട് ചേട്ടനല്ലേ, പൊന്നിയുടെ ചേട്ടനല്ലേ, ചേട്ടനാന്നാ പറയുന്നത്. അങ്ങനെ നടക്കാനാ ഇഷ്ടം, കൊച്ചു ചെറുക്കനാന്നും പറഞ്ഞിട്ട്. എന്നിട്ട് ഇപ്പൊ അടുത്ത രണ്ടാമത് ഒരു പെണ്ണൂടെ കെട്ടണോ? അമ്മ വേണ്ട, വേറൊരു പെണ്ണ് കെട്ടണോ? ഗള്ളൻ. എല്ലാരും പോസ്റ്റ് അടിച്ച്. എന്താ പോസ്റ്റ് ആയോ? എന്താ ആലോചിക്കുന്നേ? ആ ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. പെഗ് വിട്ടൊരു കളിയില്ല. ഇങ്ങ് വാ, വന്ന് ഇങ്ങനെ നാട്ടിൽ വന്ന് നിൽക്കുക. അപ്പം ഞാൻ റെഡിയാക്കി തരാം. ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ച് ചെല്ലട്ടെ. എന്നിട്ട് ഇവിടെ 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 അതിൽ മാത്രമാണോ താങ്കൾ എൻജോയ്മെന്റ് കണ്ടെത്തുന്നത്? വേറൊരാളുണ്ടായിരുന്നല്ലോ, എന്തിയാ സെബു? അല്ല, ഇന്നലെ നൈറ്റ് ഇവിടെ എന്തുവായിരുന്നു പരിപാടി? ഞാൻ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. കാരണം നിങ്ങളുടെ മുറിയിലായിരുന്നെന്ന് പറയുന്നേ കേട്ട്. എന്തുവായിരുന്നു അവിടെ? സെബു അല്ലല്ലോ, സെബു ഇവിടെ ഇല്ലായിരുന്നല്ലോ, അച്ഛനെ ഉള്ളായിരുന്നല്ലോ. അമ്മായിപ്പനെ ഞാൻ ശരിയാക്കും. ഞാൻ മരുമോനെ ഇങ്ങനെ ചീത്തയാക്കുന്നത്, മരുമോനെ ചീത്തയാക്കുന്നത് അമ്മായിപ്പന. എന്തിനെ പറ്റി? ഞാനോട് അറിയട്ടെ. ഞാൻ അറിയാതെ ഇവിടെ ചർച്ച നടത്താൻ നിങ്ങളോട് ആര് പറഞ്ഞു? നമ്മുടെ അവിടെയൊക്കെ എന്തോരം കസേരകളാണ് മേടിച്ച് സിറ്റൗട്ട് ഇട്ടേക്കുന്നതും ഓരോ കാര്യങ്ങളും. ഇപ്പം നോക്ക്, ഇവിടെ നോക്ക്. ആ അത് ശരിയാട്ടോ. പണ്ടത്തെ ജീപ്പ് 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 പോയി. ജീപ്പ് ജീപ്പ് മേടിച്ചാലോ? ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങൾ കാറിൽ പോവാം. അച്ഛൻ ഒരു ജീപ്പ് മേടിച്ച് ജീപ്പ് ഓടിച്ചോണ്ട് അച്ഛൻ വരും. ഞങ്ങളിപ്പോൾ റെഡിയായി കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഞാൻ റെഡിയാകുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. എൻ്റെ അച്ഛൻ സമ്മതിച്ചില്ല. സെബു ഒരിച്ചിരി ഭാര്യ എവിടെ? എന്നാലും അവള് വരാതെ നീ കഴിക്കുകയാണല്ലേ? ആര്യ ഫുഡ് കഴിഞ്ഞു? ആര്യ സെബു ഫുഡ് ഫുഡ് എങ്ങനെയുണ്ട്? കഴിച്ചോ? ഇനി പുറത്തുനിന്നുണ്ടോ അതോ വീട്ടിൽ തന്നെ ഉള്ളൂ? കോട്ടയത്തിട്ടേ ഉള്ളൂ. ഞങ്ങൾക്ക് എപ്പോഴാണ് കോട്ടയം അച്ചായന്റെ ഫുഡ് വെച്ചത്? നീ വിളിക്കണ്ടേ? വന്നാ മതി വന്നാ മതി എന്ന് വന്നാ മതി എന്ന് നീ അന്ന് മുതൽ പറയുന്നുണ്ട്. ഞങ്ങളെ വിളിക്ക്. ഇന്നലെ ഇവരുടെ കൂടെ നമ്മൾ പോയിരുന്നെങ്കിൽ ഒന്ന് ആലോചിക്കുക. എന്നാ നമ്മൾ ഇന്നലെ എറണാകുളത്ത് റൂം എടുക്കേണ്ടി വന്നേ. മണിയമ്മ കാണാൻ പോലും ഇല്ലല്ലോ. ഏട്ടാ മണിയമ്മ കാണാനില്ലല്ലോ. ഇന്നലത്തെ അവസ്ഥയാണ് തോന്നുന്നു കേട്ടോ. ഇന്നലെ ബിരിയാണി കഴിച്ചിട്ട്. ഫുഡ് എങ്ങനെയുണ്ട് കണ്ണേട്ടാ? കേട്ടില്ല. അച്ഛന് മിണ്ടുന്നില്ലല്ലോ. ഇപ്പൊ ഞാൻ കുറച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്തു. അപ്പൊ പിന്നെ കുറച്ച് എനിക്ക് സ്പേസ് കിട്ടി. വേറെ നല്ല ഇടയ്ക്ക് എൻ്റെ ഫോൺ എന്നെ ഒന്ന് ചതിച്ചു. അതിന് ഇവരെന്നെ കളിയാക്കും. ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പം ഇനി എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഇനി ഞങ്ങൾ ഇവിടുന്ന് വയനാട്ടിലേക്കാണ് നേരെ പോകുന്നത്. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് വയനാട്ടിൽ ചെന്നെത്തും. ഓക്കെ, ബൈ.